ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പേപ്പറിൽ ബിസിനസ് ഡീലിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോമ്പറ്റീഷൻ, അത് ബ്ലോക്ക് 4 നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്, ഏരിയയാണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു മേഖലയും ഇപ്പോഴില്ല. പറയാണ് എല്ലാം കോമ്പറ്റീഷനാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും, ഇനിയിപ്പോൾ ഒരു എന്തായാലും ഒരു ആർട്ട്, ഒരു കലാകാരന്മാരുടെ ഫീൽഡായാലും, ഇനി ഒരു ടീച്ചിങ്ങിൻ്റെ ഫീൽഡായാലും, പെർഫോമൻസിൻ്റെ ഇനിയിപ്പോൾ ഒരു സിനിമ ഫീൽഡിലാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിളായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് സിനിമ ഫീൽഡിനെ പറ്റി ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിലാണെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാനൊക്കെ നിൽക്കണമെങ്കിൽ, ഓരോ സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അതിൻ്റെതായ എന്ത് വേണം, ഗഡ്സ് വേണം. അപ്പോൾ അത് കുറച്ചൊക്കെ എന്തെങ്കിലും അവിടെ കോമ്പറ്റീഷൻ വന്നാലേ മുന്നോട്ട് ചലഞ്ചസ് ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ അത് സക്സസിൻ്റെ ഭാഗമാണ് എന്ത്, കോമ്പറ്റീഷൻ. അത് നല്ല നെഗറ്റീവായിട്ട് എടുക്കാതെ പോസിറ്റീവായിട്ട് എടുത്താൽ കോമ്പറ്റീഷൻ നല്ലൊരു ഘടകം തന്നെയാണ് നമ്മുടെ ബിസിനസ് ഫീൽഡിൽ. A list of key competition with a component framework is the most ideal, showing in important data. The pertinent remember of incorrectable precising of service offered, short reviews of key contenders of including qualities, loopholes, and the system can be valuable only if there is a couple of competitors. Since it fall into comprehensive classes, one might need a picture of wide. അതായത് ഇപ്പോൾ ഓരോരോ ഫീൽഡിനും ഓരോ ക്ലാസ്സും അതായത് അവരവരുടെ മത്സര ബുദ്ധിയോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ദ മാനുവൽ സ്റ്റേറ്റ് ഓഫ് പ്രോഡക്ട്സ്, വാല്യുവേഷൻ, ക്വാണ്ടിറ്റീസ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ആൻഡ് ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് മെയിൻ കോമ്പറ്റീറ്റർ ദ മാനുവൽ ഇൻക്ലൂഡ്. അതായത് ഇപ്പോൾ ടെക്നിക്സ്, പല ടെക്നിക്കൽ കോമൺ സെൻസ്, അതായത് ഓരോ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ കോമ്പറ്റീഷൻ മൈൻഡ് മാത്രം പോരാ, ടെക്നിക്കൽ ആയിട്ടുള്ള ബുദ്ധി കൂടി വേണം. എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഫീൽഡിൽ ചലഞ്ചസ് ഏറ്റെടുത്ത് നമുക്ക് പോവാം എന്നുള്ളതിന്. അതിന് ദ പ്രൈസിങ്, വാല്യുവേഷൻ, ഇൻക്ലൂഡ് എസ്റ്റിമേറ്റ് ആൻഡ് റിക്വസ്റ്റിംഗ് ആൻഡ് സോ ഓൺ. അതായത് അത് കോമ്പറ്റീഷൻ രംഗത്ത് പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ബുദ്ധി അതിലൊക്കെ എന്ത് ഇൻക്ലൂഡ്? ഫസ്റ്റ് വൺ ഈസ് പ്രൈസിങ്, വാല്യുവേഷൻ, വില, അത് സാധനങ്ങളുടെ ചിലപ്പോൾ ഒരു ഷോപ്പ്, എക്സാമ്പിൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ ഒരു ഷോപ്പിൽ വില കുറവായിരിക്കും, മറ്റേ ഷോപ്പിൽ അതേ ക്വാളിറ്റി ഉള്ള സംഭവത്തിന് ഭയങ്കര വില കൂടുതലായിരിക്കും. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും? പെട്ടെന്ന് സാധാരണ ജനങ്ങൾ ഈ ക്വാളിറ്റി, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും വില കുറഞ്ഞ എന്തുണ്ടോ നോക്കി നടക്കുന്ന മലയാളികളാണ്. അപ്പോൾ ആ വില കുറഞ്ഞ് നോക്കി ക്വാളിറ്റി ജസ്റ്റ് നോക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ വില കുറച്ച് കൊടുക്കും, അപ്പുറത്തും ഇതേ സാധനം തന്നെ ആയിരിക്കും, ഇതേ ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു സെയിൽസ് അവരൊരു ചെറിയൊരു മത്സരം, കോമ്പറ്റീറ്റീവ് വന്നു. അപ്പം കോമ്പറ്റീഷൻ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? വില ഇവരുടെ അത്രയേക്കാൾ കുറച്ചു. അങ്ങനെ സെയിൽസിൽ പ്രൈസിൽ ഇൻക്രീസും ഡിക്രീസ് ചെയ്യുന്നതും ഈ ഒരു കോമ്പറ്റീഷനിൽ എപ്പോഴും അതിൻ്റെ ഒരു വാല്യുവേഷൻ നമ്മളെപ്പോഴും ശരിയുള്ളതാണ്. ദെൻ ഗ്യാരണ്ടി, ഡാറ്റ ഷീറ്റ്സ് ആൻഡ് while papers in the guarantee, presentation of sales, video and presentation which are made outline of consistently helpful, glossary, terms and appreciation related to product, services, record of index, business manual extended. അതായത് ബിസിനസ് മാനുവൽ നോക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ ഭാഗമായിട്ട്? അപ്പോൾ മാനുവൽസ് നമ്മളിപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്? മാനുവൽസിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പറയും. മാനുവൽസിൽ ഉൾപ്പെടെ പ്രസൻറ്റേഷൻ ഓഫ് സെയിൽസ്, ഗ്യാരണ്ടി, ഡാറ്റ ഷീറ്റ്സ്, then teams, observations and product services, then reference material, list and the reference of information and അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് എന്ത് മാനുവൽസ് തയ്യാറാക്കുന്നത്. എസെൻഷ്യൽ ഓഫ് എഫക്റ്റീവ് സെയിൽസ് മാനുവൽ, ഒരു എഫക്റ്റീവ് സെയിൽസ് മാനുവലിൻ്റെ ഒരു എസെൻഷ്യൽ എന്താണ്, അതിൻ്റെ ഉപകാരങ്ങൾ, അല്ലെങ്കിൽ അത് എന്തൊക്കെ അത്യാവശ്യം, എങ്ങനെയാണ് അത് അത്യാവശ്യ ഘടകമാവുന്നത്. An intensive, a very well planned sales manual is significant asset of the sales group growth and success. ആ പോയിന്റ് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്താണ് ഗ്രോത്ത് ആൻഡ് സക്സസ്? അതിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും എന്ത് കാരണമാവുന്നു? ഒരു കറക്റ്റ് എഫക്റ്റീവ് സെയിൽസ് മാനർ നമുക്ക് കാരണമാവുന്നു. It is through the sales manual that business partners get a major piece of their preparation and solid information of structure. The manual should be reliable in the importance of guarantee, trustworthy in efficient performance and for അതായത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് മാനുവൽ? നമ്മൾ എസെൻഷ്യൽ ഓഫ് എഫക്റ്റീവ് സെയിൽസ് മാനുവൽ.
അത് ഈ സെയിൽസ് മാനുവൽ ബിസിനസ് മേഖലയിൽ അവർക്ക് സക്സസ്സിനും പിന്നെ എന്താ ഗ്രോത്തിനും വളർച്ചയ്ക്കും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സ്പെക്കുലാർ ഫോമാറ്റ് എന്ന നോബഡി വിൽ പെർസ്യൂ ദ ഹോൾ മാനുവൽ. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ദാറ്റ് ദ നെസറി ഡാറ്റ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് പ്രസൻറ്റഡ് ടു ദി ഓഡിയൻസ് ഇൻ ദ അട്രാക്റ്റീവ് ആൻഡ് അറ്റൻഷൻ catching manner. This should be legitimate chapter by chapter list and clear, holding the substantial index and glossary term. We covered sales cycle when അതായത് ഒരു സെയിൽസ് സർക്കിൾ, അതായത് ഇവർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കസ്റ്റമേഴ്സ് ഒരു ബൗണ്ടറി പോകുന്നതും സെയിൽസ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, വില, അവരുടെ ആ ഒരു എന്താ കോമ്പറ്റീഷൻ, ചിലപ്പോൾ അപ്പുറത്ത് പോയി സെയിൽസ്മാൻ കൂടുതൽ സെയിൽസ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം എന്താണ് ഈ ഒരു അഫക്റ്റീവ് മാനുവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെയിൽസ് പ്രോസസ് ആൻഡ് സെയിൽസ് ആക്ടിവിറ്റീസിൽ ജസ്റ്റ് ഒരു പ്രോസ്പെക്റ്റിംഗ് ഒരു ജസ്റ്റ് ബോക്സിലായി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സെയിൽ പ്രോസസ് ആൻഡ് പ്രോസ്പെക്റ്റിംഗ്, കണക്റ്റിംഗ്, ക്വാളിഫൈങ് ആൻഡ് റീസർച്ചിങ് ആൻഡ് പ്രസൻറ്റിംഗ്. ദെൻ സെല്ലേഴ്സ് ആക്ടിവിറ്റീസ് എന്തിനോടൊക്കെ റിലേറ്റഡ് ആണ് ഇതിൽ കൊടുത്തത്? റിസർച്ച് മാർക്കറ്റ്, ഡിഫൈൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, ജനറേറ്റ് ലീഡ്സ് ആൻഡ് എൻഗേജ് പ്രോസ്പെക്ട്, ask qualifying and question, analyze the prospect need, research and organization. Okay, next point, process of writing and sales manual. Process of writing of sales manual. ഈ സെയിൽസ് മാനുവലിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് റൈറ്റ് ചെയ്യാൻ. അതായത് പെട്ടെന്ന് അങ്ങോട്ട് സാധാ നോട്ട് എഴുതുന്ന പോലെ ഒന്നല്ല സെയിൽസ് മാനുവൽ എഴുതുക. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, അതിനൊരു സ്ട്രാറ്റജി, ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്താ നോക്കാം. എ സെയിൽസ് മാനുവൽ ഈസ് ഡോക്യുമെന്റ് ഹെൽപ്പിംഗ് സെയിൽസ് അസോസിയേറ്റ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ transforming probable prospects into closed one. Okay, a sales manual is a document helping sales associates. Sales manual must be working draft, renewed, the consistently showcase and current approaches and practices. Is a document helping sales associate the department of transforming probable prospects of closed one. അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഇത് ഫ്യൂച്ചറിൽ വരുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത് അപ് ടു ഡേറ്റ്സ് കാര്യങ്ങൾ കറക്റ്റ് രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ട് അവർക്ക് എന്താ കൺഫ്യൂഷൻ ഇല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു മാനുവൽ വളരെ ഗുണകരമാണ്. സെയിൽസ് മാനുവൽ മസ്റ്റ് ബി വർക്കിംഗ് ഡ്രാഫ്റ്റ് ആൻഡ് റിന്യൂഡ് കോൺസിസ്റ്റൻ്റ്ലി ടു ഷോക്കേസ് ആൻഡ് കറൻറ്റ് അപ്രോച്ചസ് ആൻഡ് പ്രാക്ടീസസ്. കറൻറ്റ് അപ്രോച്ചസും കറൻറ്റ് അപ് ടു ഡേറ്റ് ആയുള്ള കാര്യങ്ങളും അപ്രോച്ചസും പ്രാക്ടീസസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതും ഒരു ഹെൽപ്പിംഗ് ആണ്. It is imperative for sales of associate. Remember, organizing and keeping in mind the length while making the performed should track down and crucial information quickly also and effective manner. The organization sales manual is the departmental method of making progress in the sales work. It tells representative about the products of company selling in the addition whereby how to home. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അപ്ഡേറ്റ്സ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ഈ ഒരു മാനുവൽ വളരെ ഉപകാരപ്രദമാണ്. കാരണം അപ്പോൾ അത് ഇന്നലെ യെസ്റ്റർഡേ എന്താ സംഭവിച്ചത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം, പണ്ടത്തെ എന്തോ പ്രോബ്ലം കുത്തിപ്പൊക്കി എന്തേ പ്രശ്നങ്ങൾ വരും, എന്തെങ്കിലും എന്താ പ്രശ്നങ്ങൾ ചോദിച്ചു അപ്ഡേറ്റ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു മാനുവൽ നമുക്ക് സഹായകമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഓർഡർ ബുക്കാണ്. ഓർഡർ ബുക്ക് ഈസ് ആൻ ഇലക്ട്രോണിക് രജിസ്റ്റർ. ഇറ്റ്സ് ആൻ ഇലക്ട്രോണിക് രജിസ്റ്റർ. ഓർഡർ ബുക്ക് എന്താണ്? ഇറ്റ്സ് എ ഇലക്ട്രോണിക് രജിസ്റ്റർ ആണ്. ഇറ്റ് പർച്ചേസ് ഹോൾസെയിൽ orders for the product level and updated regularly and is considered to be a significant record of containing the details of product effort by company in the market. ഒരു കമ്പനി മാർക്കറ്റിൽ ഇറക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അതും തന്നെയാണല്ലോ, അതിൽ തന്നെ അതിൻ്റെ ഓർഡറുകൾ സ്വീകരിക്കുന്നതായ ആ രജിസ്റ്ററിനെയാണ് എന്തെന്ന് പറയുന്നത് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത്. ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് ഓർഡർ ബുക്ക് ഇലക്ട്രോണിക്, അതൊരു ഇലക്ട്രോണിക് രജിസ്റ്റർ ആണ്. ഇറ്റ് പർച്ചേസ് ദ സെൽ ഓർഡർ, അതായത് സെൽ ഓർഡർ നമ്മൾ എന്താണോ വിൽക്കാൻ അതിൻ്റെ ഓർഡർ നമ്മൾ എന്ത് ചെയ്യുക വാങ്ങി വെക്കുന്നതിനെയാണ് അങ്ങനെ പറഞ്ഞത്. ഇറ്റ് updated regularly as in considered to be a significant record containing the detail of products offered by company in market and it's request book. It's a request book as its sellers with checking the condition of the product of any particular instant. അതായത് നാം ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിൻ്റെ അതെന്താണ് എങ്ങനെയാണ് എന്താന്നൊക്കെ അറിയാനൊക്കെ അത് രേഖപ്പെടുത്തി വെക്കുന്നതും കൂടിയാണ് ഓർഡർ ബുക്കിൻ്റെ പ്രത്യേകത. The purchase and sell orders recorded in order book guided along with the cost.
അതിൻ്റെ കോസ്റ്റ് വിലയും കൂടി, അതായത് പർച്ചേസ് എന്താ ഇപ്പം നെക്സ്റ്റ് ഒരു ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ട്, അപ്പോൾ നമ്മൾ ഈ ബുക്കാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഓർഡർ വിളിക്കുന്ന ആൾ പറയുന്നത് ഈ ബുക്കിലാണ് രജിസ്റ്റർ, അതൊരു ഇലക്ട്രോണിക് രജിസ്റ്ററാണ്. ഈ ഇലക്ട്രോണിക് രജിസ്റ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നു. കൂടാതെ ഓരോ വിലയും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ പറഞ്ഞ വില നമ്മളിവിടെ രേഖപ്പെടുത്തി വെക്കുന്നു. Okay, and giving obvious directions of regards of the changes the selling pattern of product. ഈ പ്രൊഡക്റ്റിൻ്റെ ഒബ്വിയസ്ലി എന്താ ഈ സെല്ലിംഗ് പ്രോഡക്റ്റ്, അതായത് വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ കറക്റ്റ് എന്താ പറയുന്നത് കറക്റ്റ് ഡയറക്ഷൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഗിവിങ് ഒബ്വിയസ് ഡയറക്ഷൻസ് വിത്ത് റിഗാർഡ്സ് ഓഫ് ദ ചേഞ്ചസ് ഇൻ സെല്ലിംഗ് പാറ്റേൺ ഇൻ ദ പ്രോഡക്റ്റ്. അതായത് സെല്ലിംഗ് പാറ്റേൺ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതും എന്ത് രേഖപ്പെടുത്തി വെക്കുന്നു. ആൻഡ് ഓർഡർ ടു ബുക്ക് ബിറ്റ്വീൻ റെക്കോർഡഡ് ഗൈഡ്, അതിൽ റെക്കോർഡഡ് ഗൈഡ് ലൈൻ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് എൻ ഓർഡർ ബുക്ക്, അതിന് ഫീച്ചേഴ്സ് ഇതിൽ പറയും ABC, കസ്റ്റമേഴ്സ് ആൻഡ് സെയിൽ പേഴ്സണൽസ് ഓഫ് ദി ഓർഡർ ബുക്ക് ആൻഡ് ഓഫർ ആൻഡ് എൻക്വയറി ആൻഡ് കോസ്റ്റ് ഓൾ ഔട്ട് വിഷ്വൽ എക്സിബിഷൻ. ഓക്കെ, ഓർഡർ ബുക്ക് ഈസ് ആൻ ഓർഗനൈസേഷൻ ലിസ്റ്റ് ഓഫ് കണ്ടെയ്നിങ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് സച്ച് ആൻ ഓർഡേഴ്സ്. അതായത് ഓർഡർ കിട്ടുന്നതിന് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് എന്ത് എൻ ഓർഡർ ബുക്ക്. അതൊരു സംഘടനയല്ല, പക്ഷെ അതൊരു ഇലക്ട്രോണിക് രജിസ്റ്റർ ആണെങ്കിലും കൂടി ഓർഡർ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് മെമ്മോ. In case of the products are sold the real cash, the seller prepare a money reminder. In case there is an occurrence of credit sales and receipt already prepared, in any case the meaning for both remains same. A cash memo typically contains the following. ഓക്കെ, അപ്പോൾ ഒരു ക്യാഷ് മെമ്മോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് പർച്ചേസർ, അത് പ്രൊഡക്റ്റ് സോൾഡ് റിയൽ ക്യാഷ് ആൻഡ് സെല്ലർ പർച്ചേസ് മണി റിമൈൻഡർ. ഇറ്റ്സ് ഓക്കെ ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് റെസിപ്റ്റ് ഓഫ് ഓൾറെഡി പ്രിപ്പയർഡ്. റെസിപ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ ക്യാഷ് അടച്ചാൽ എന്ത് കിട്ടും, റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, നെയിം ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, പർച്ചേസർ. അതായത് പർച്ചേസർ ആരാണ്, പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളാണ് പർച്ചേസർ. നമുക്കറിയാം തെരഞ്ഞെടുപ്പ്, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചോയ്സ് ചെയ്തെടുക്കുക, തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കാൻ വരുന്ന ആളെയാണ് പർച്ചേസർ എന്ന് പറയുന്നത്. ഈ പർച്ചേസറിന്റെ നെയിമും അഡ്രസ്സും നമ്മൾ ഓർഡർ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. നെക്സ്റ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ബയർ, ആരാണോ വാങ്ങുന്ന ആളുടെ നെയിം ആൻഡ് അഡ്രസ് രേഖപ്പെടുത്തി വെക്കണം. സീരിയൽ നമ്പർ ആൻഡ് ഡേറ്റ്, സീരിയൽ നമ്പറും ഡേറ്റും വെക്കണം. എന്നാണ്, എപ്പോഴാണ് വാങ്ങി, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ചു വരുമ്പം എന്താണ്, അത് എപ്പോൾ വാങ്ങി, എന്ന് വാങ്ങി, എന്താ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചേ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യണം, സീരിയൽ നമ്പർ വേണം, ഡേറ്റ് വേണം, കസ്റ്റമർ ബൈ റിക്വസ്റ്റ് നമ്പർ വേണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊഡക്ട്സ് വേണം, പിന്നെ റേറ്റ്സ് ആൻഡ് അഗ്രിഗേറ്റ്സ് സം വേണം, ഡിസ്കൗണ്ട് എത്രത്തോളം ശതമാനമാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉള്ളത് അത് വേണം, ടാക്സ് വേണം, അതിൽ എത്ര ടാക്സ് ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക്, നമ്മൾ ചെറിയ സെയിൽസ് അല്ല, വലിയ വലിയ സെയിൽസ് ആയാലും എല്ലാം സെയിൽസിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പേനയായാലും ഒരു ചരക്കു കപ്പൽ വിൽക്കുന്നതായാണെങ്കിലും ഇത് രണ്ടും വലിയ, ഒന്ന് ചെറിയ സാധനം വലിയ സാധനം, അത് രണ്ടും ഒരു വലിയൊരു കപ്പലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിൽപ്പനയ്ക്ക് വെച്ചതാണെങ്കിൽ, ഒരു ചെറിയ ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ ബിഗ് കാര്യമാണെങ്കിലും രണ്ടിൻ്റെയും ഡീലിങ്സ് ഒരേപോലെയാണ്. അതായത് അതിൻ്റെ ടാക്സും ബില്ലും ഒക്കെ അവിടെ എഴുതി വെക്കണം, റെക്കോർഡഡ് ആയിരിക്കണം. ആൻഡ് ടോട്ടൽ സം ഇൻ വേർഡ്സ് ആൻഡ് ഫിംഗേഴ്സ്, അത് ടോട്ടൽ നമ്മൾ കൈകൊണ്ട് എഴുതി വെക്കണം. എന്ത് എഴുതണം, വേർഡ്സിൽ നമ്മൾ എഴുതി രേഖപ്പെടുത്തുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് മനസ്സിൽ മൈൻഡിലേക്ക് വെച്ചിട്ട് കാര്യമില്ല. നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ, അതായത് ഡിസ്കൗണ്ട്, ടാക്സ്, റേറ്റ്സ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ മീൻസ് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതായത് എത്ര വിലയാണ്, ക്വാളിറ്റി, അത് സൊസൈറ്റിയിലേക്ക് എത്രത്തോളം ആളുകൾ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ദെൻ റിക്വസ്റ്റ് നമ്പർ കൊടുക്കണം, സീരിയൽ നമ്പർ, നെയിം ആൻഡ് അഡ്രസ് ആൻഡ് നെയിം ആൻഡ് പർച്ചേസറുടെ നെയിമും അഡ്രസ്സും, ബയർ വാങ്ങുന്ന ആളുടെ നെയിമും അഡ്രസ്സും. മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നാൽ എപ്പോൾ വാങ്ങി, എന്ത് വാങ്ങി, എങ്ങനെ വാങ്ങി എന്നുള്ളതൊക്കെ പ്രൂഫ് കാണിക്കാൻ നമുക്ക് വളരെ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓർഡർ ബുക്കിൻ്റെ എസെൻഷ്യൽ തിങ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ നമുക്കറിയാം അത്യാവശ്യ ഘടകമായൊരു സംഭവമാണ്. അതായത് നമ്മളെ ബിസിനസ് ഡീലിംഗ് അത്യാവശ്യമായൊരു ഘടകമാണ് എന്ത്, ഓർഡർ, അല്ലെ ക്യാഷ് മെമ്മോ വിത്ത് ഓർഡർ ബുക്ക്. ഓക്കെ.